ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ. ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. സർവസംശയച്ഛേദാരം സച്ചിദാനന്ദവിഗ്രഹം സദാ സുസ്മേരവദനം ബാലകൃഷ്ണം നമാമ്യഹം. എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം. ആത്മോപദേശ ശതകം എന്ന ശ്രീനാരായണ ഗുരു വിരചിതമായ കൃതിയാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ആ കൃതിയിലെ രണ്ടാമത്തെ ശ്ലോകം, അതിൻ്റെ അർത്ഥം ഉപരിപ്ലവമായിട്ട് ഒന്ന് നോക്കി അതിൻ്റെ വിശദമായ അർത്ഥത്തിലേക്ക് കടക്കാൻ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ സമയം കിട്ടിയിട്ടില്ല. എന്തായാലും ആ ശ്ലോകം ഒരു പ്രാവശ്യം വായിച്ചിട്ട് ബാലകൃഷ്ണൻ സാറിൻ്റെ വ്യാഖ്യാനത്തിലേക്ക് കടക്കാം. കരണവും ഇന്ദ്രിയവും കളേബരം തൊട്ടറിയും അനേക ജഗത്തു മോർക്കിലെല്ലാം പരവളി തന്നിൽ ഉയർന്ന ഭാനുമാന്തൻ തിരുവുരുവാണ് തിരഞ്ഞു തേറിടേണം. കരണവും ഇന്ദ്രിയവും കളേബരം തൊട്ട്. കരണം എന്ന് പറഞ്ഞാൽ അന്തഃകരണം, മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം. ഈ 4 ഘടകങ്ങൾ ചേർന്നതാണ് അന്തഃകരണം. ഒരേ അന്തഃകരണം തന്നെ 4 തരത്തിൽ പ്രവർത്തിക്കുന്നു. മനസ്സെന്താണ്? സങ്കല്പ വികല്പാത്മകം മനഃ. മനസ്സിൻ്റെ ജോലി എന്താണെന്ന് ചോദിച്ചാൽ എന്തിനെങ്കിലും സങ്കല്പിക്കുക അല്ലെങ്കിൽ സംശയിക്കുക. ആ ഒരു ഫങ്ഷനിങ്, ആ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അന്തഃകരണത്തെ തന്നെ മനസ്സ് എന്ന് പറയുന്നു. ആകപ്പാടെ ഒന്നേ ഉള്ളൂ, അത് 4 in 1 ആണ്. നമ്മൾ 2 in 1 3 in 1 എന്നൊക്കെ പറയാറില്ല. അതുപോലെ 4 വ്യത്യസ്ത പ്രവൃത്തികൾ ചെയ്യാൻ കഴിവുള്ളതാണ് ഈ അന്തഃകരണം. ഓരോ പ്രവൃത്തി ചെയ്യുമ്പോൾ ഓരോരോ പേര് നൽകപ്പെടുന്നു. ഇപ്പോൾ ഒരു വീട്ടിലൊരു പുരുഷനുണ്ടെന്ന് വിചാരിക്കുക. ആ വീട്ടിലെ ആ ഗൃഹനായികയെ സംബന്ധിച്ച് അദ്ദേഹം ഭർത്താവാണ്, കുട്ടികളുടെ അച്ഛനാണ്, ഓഫീസിൽ ഉദ്യോഗസ്ഥനാണ്, NSS കരയോഗം പ്രസിഡന്റുമാണ് അദ്ദേഹം. എല്ലാം ഒരേ ആൾ തന്നെയാണ്. അപ്പോൾ ഓരോ തരത്തിൽ ഫങ്ഷൻ ചെയ്യുമ്പോൾ, പല കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഒരേ ആൾക്ക് എങ്ങനെയാണോ പല പേരുകൾ നൽകപ്പെടുന്നത്, അതുപോലെ ഉള്ളത് അന്തഃകരണം മാത്രമാണ്. സങ്കല്പിക്കുകയോ സംശയിക്കുകയോ ചെയ്യുമ്പോൾ അതിൻ്റെ പേര് മനസ്സ്. ഒരു തീരുമാനമെടുക്കുമ്പോൾ, നിർണയിക്കുക, ആ തീരുമാനമെടുക്കുന്ന ഘട്ടത്തിൽ അതിനെ തന്നെ ബുദ്ധി എന്ന് പറയും. അനുഭവിച്ച കാര്യങ്ങളെ ഉള്ളിൽ സംഭരിച്ചു വയ്ക്കുക, ശേഖരിച്ചു വയ്ക്കുക. സ്റ്റോറേജ്, നമ്മുടെ ഹാർഡ് ഡിസ്കിലും മറ്റുമൊക്കെ സ്റ്റോറേജ് ഡിവൈസ്, പെൻഡ്രൈവ്, ഹാർഡ് ഡിസ്ക് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ആ സ്റ്റോറേജ് ഡിവൈസ് പോലെ ഈ മനസ്സ് പ്രവർത്തിക്കും. അതായത് ഓർമ്മ, മെമ്മറീസ്. അപ്പോൾ ഈ അന്തഃകരണത്തിന്, അതായത് അനുഭവങ്ങളെ ശേഖരിച്ചു വെക്കുന്ന ആ പ്രവൃത്തി ചെയ്യുമ്പോൾ ഈ അന്തഃകരണത്തെ തന്നെ ചിത്തം എന്ന് പറയും. നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടാവും, മനസ്സിൻ്റെ പര്യായ പദമായിട്ടാണ് ചിത്തം. മനസ്സ് എന്നുള്ളതിന് മാനസം, അന്തഃകരണം, ചിത്തം ഇങ്ങനെയുള്ള വാക്കുകളുണ്ട്. പക്ഷേ വേദാന്ത ശാസ്ത്രത്തിൽ ഇവയ്ക്ക് തമ്മിൽ നേരിയ വ്യത്യാസം. അപ്പോൾ ഓർമ്മകൾ അല്ലെങ്കിൽ അനുഭവങ്ങളെ ഉള്ളിൽ സഞ്ചയിച്ച് അല്ലെങ്കിൽ സംഭരിച്ചു വയ്ക്കുന്ന ആ പ്രവൃത്തി ചെയ്യുമ്പോൾ അന്തഃകരണത്തിന് ചിത്തം എന്ന് പേര്. ഇനി ഞാനെന്ന് അഭിമാനിക്കുമ്പോൾ അതും മനസ്സിൻ്റെ ഒരു വൃത്തിയാണ്. വൃത്തി എന്ന് പറഞ്ഞാൽ എ ഫങ്ഷൻ. ഞാൻ, ജീവഭാവം. സംസ്കൃതത്തിൽ അഹങ്കാരം എന്നാണ് പറയുന്നത്. മലയാളത്തിൽ അഹങ്കാരം എന്നുള്ളത് മോശമായ അർത്ഥത്തിലാണ് പറയുന്നത്. താൻ തോന്നി, ധാർഷ്ട്യം ഒക്കെ ഉള്ളവൻ എന്നുള്ള അർത്ഥത്തിലാണ്. അവൻ വലിയ അഹങ്കാരിയാണ്. സംസ്കൃതത്തിലെ അഹങ്കാരം, അതിൻ്റെ അർത്ഥം നമ്മൾ എടുത്താൽ നമ്മളൊക്കെ അഹങ്കാരികളാണ്. കാരണം നമ്മുടെ ഉള്ളിൽ ഞാൻ എന്ന ഭാവമുണ്ട്. ആ അർത്ഥത്തിൽ ഈ ലോകത്തുള്ള സകല ജീവികളും അഹങ്കാരികളാണ്. മലയാളത്തിൽ അതിനൊരു മോശമായ ഒരു ഡിഫറെൻറ്റ് കൊനോട്ടേഷനിൽ ഉപയോഗിക്കുന്നു എന്നേ ഉള്ളൂ. അഹങ്കാരം ജീവഭാവം, ഞാൻ എന്ന ഭാവം, ഞാനൊരു വ്യക്തി എന്ന വിചാരം, അതാണ് അഹങ്കാരം. അതും അന്തഃകരണത്തിൻ്റെ തന്നെ മറ്റൊരു വൃത്തിവിശേഷമാണ്. ഇങ്ങനെ ഈ 4 വൃത്തിവിശേഷങ്ങൾ ചേർന്നതാണ് അന്തഃകരണം. കരണം എന്ന് ഇവിടെ ഗുരുദേവൻ പറയുമ്പോൾ അന്തഃകരണം എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. കരണവും
ഇന്ദ്രിയവും, ഇന്ദ്രിയം എന്ന് പറഞ്ഞാൽ പഞ്ചേന്ദ്രിയങ്ങൾ, കണ്ണ്, കാത്, മൂക്ക്, നാക്ക്, ത്വക്ക്, ഈ 5 ഇന്ദ്രിയങ്ങളും, ഇതാണ് പഞ്ചേന്ദ്രിയങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഈ ഇന്ദ്രിയങ്ങളെ ജ്ഞാനേന്ദ്രിയങ്ങൾ എന്നാണ് പറയുന്നത് വേദാന്തത്തിൽ. അപ്പം ജ്ഞാനേന്ദ്രിയങ്ങളല്ലാതെ വേറെ ഇന്ദ്രിയങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. കർമ്മേന്ദ്രിയങ്ങൾ എന്ന് 5 എണ്ണം കൂടെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഗുരുദേവൻ ഇന്ദ്രിയം എന്ന വാക്കുകൊണ്ട് കർമ്മേന്ദ്രിയങ്ങളെയും ജ്ഞാനേന്ദ്രിയങ്ങളെയും ഉദ്ദേശിക്കുന്നു. അതായത് ഈ 10 ഘടകങ്ങളും ഇന്ദ്രിയം എന്ന വാക്കിൽ അടങ്ങുന്നു. കണ്ണ്, കാത്, മൂക്ക്, നാക്ക്, ത്വക്ക്, അത് 5 ഇന്ദ്രിയങ്ങൾ, 5 സെൻസ് ഓർഗൻസ് എന്ന് നമുക്ക് ഇംഗ്ലീഷിൽ പറയാം. അപ്പോൾ ഈ കർമ്മേന്ദ്രിയങ്ങൾ എന്താണ്? കർമ്മം ചെയ്യാൻ സഹായിക്കുന്ന ഇന്ദ്രിയങ്ങൾ. എന്തെങ്കിലും ഒരു കർമ്മം ചെയ്യുകയാണ് ആ ഇന്ദ്രിയത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന പ്രയോജനം. അതേതാണ് ഈ 5 കർമ്മേന്ദ്രിയങ്ങൾ? വാക്ക്, പാണി, പാദം, പായു, ഉപസ്ഥം. വാക്ക് എന്ന് പറഞ്ഞാൽ വേർഡ് എന്നുള്ള അർത്ഥമല്ല. വാക്ക് ഉച്ചരിക്കാൻ സഹായിക്കുന്നത് നാക്കാണ്. അപ്പൊ നാക്കിനെ തന്നെയാണ് ഇവിടെ വാക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ നാക്ക് രുചിയെയും അറിയിച്ചു തരുന്നത് കൊണ്ട് ആ ഇന്ദ്രിയം ജ്ഞാനേന്ദ്രിയമായും പരിഗണിക്കപ്പെടുന്നു. ജ്ഞാനേന്ദ്രിയങ്ങളിലൂടെ ലഭിക്കുന്നത് വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളാണ്. ഒരു ഇന്ദ്രിയത്തിന് ഒരു അനുഭവത്തെ മാത്രമേ നമുക്ക് നൽകാൻ കഴിവുള്ളൂ. അപ്പോൾ രുചിയെ അറിയിച്ചു തരുന്നു എന്നുള്ളത് കൊണ്ട് നാക്കിനെ ജ്ഞാനേന്ദ്രിയ സമൂഹത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇതേ നാക്ക് തന്നെ സംസാരിക്കാൻ സഹായിക്കുന്നത് കൊണ്ട് അതിനെ കർമ്മേന്ദ്രിയം എന്നും പറയുന്നു. പക്ഷേ ഇവിടെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. കർമ്മേന്ദ്രിയമായ നാക്ക് രുചി അറിയിച്ചു തരുന്ന നാക്കല്ല. സംസാരിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഇന്ദ്രിയമാണ് വാസ്തവത്തിൽ ഈ വാക്ക് അല്ലെങ്കിൽ വാഗിന്ദ്രിയം. നാക്കുള്ളവരെല്ലാവരും സംസാരിക്കാറില്ല. ഊമകൾക്കും നാക്കുണ്ട്, അവർ സംസാരിക്കാറില്ല. അവർക്ക് രുചി അറിയാം. ആ നാവ് ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണത്തിൻ്റെ രുചി അറിയാം. നാക്കുള്ളത് കൊണ്ട് സംസാരിക്കണമെന്നില്ല. വാഗിന്ദ്രിയം വേണ്ട പോലെ പ്രവർത്തിച്ചാൽ മാത്രമേ സംസാരിക്കാൻ കഴിയൂ. വാക്കുകൾ പുറത്തു വരും. അപ്പോൾ ഇവിടെ വാക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വാഗിന്ദ്രിയം. അത് പ്രവർത്തിക്കുന്നത് നാവിലൂടെയാണ്. അതായത് സ്ഥൂലമായ നാക്കല്ല വാഗിന്ദ്രിയം. അതുകൊണ്ടാണ് അതിനെ ഒരു പ്രത്യേക കർമ്മേന്ദ്രിയമായിട്ടും പരിഗണിക്കുന്നത്. രുചി അറിയിച്ചു തരുന്നത് നാവാണ്. നാവുള്ളവർക്ക് മാത്രമേ സംസാരിക്കാൻ പറ്റൂ. ഇപ്പം നമ്മളൊക്കെ സംസാരശേഷിയുള്ളവരാണ്. നമ്മുടെ നാവ് മുറിച്ചു മാറ്റിയാൽ നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. പക്ഷേ സംസാരിക്കാൻ സഹായിക്കുന്ന വാഗിന്ദ്രിയം എന്ന് പറയുന്നത് ഈ നാവല്ല, അത് നാവിലൂടെ പ്രവർത്തിക്കുന്നു എന്നേ ഉള്ളൂ. ആ വാഗിന്ദ്രിയത്തെയാണ് ഇവിടെ വാക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വാക്ക്, പാണി, പാദം, പായു, ഉപസ്ഥം. പാണി എന്ന് പറഞ്ഞാൽ കൈകൾ, പാദം കാലുകൾ, പായു വിസർജനേന്ദ്രിയം. വിസർജനേന്ദ്രിയം എന്ന് പറഞ്ഞാൽ വിസർജന ദ്വാരമല്ല. ഇതൊക്കെ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്ന വാക്കുകളാണ്. വാക്കുകൾ തെറ്റിദ്ധരിപ്പിക്കുന്നില്ല, നമ്മൾ തെറ്റായി മനസ്സിലാക്കുന്നു. അതാണ് സംഭവിക്കുന്നത്. വിസർജന ദ്വാരമല്ല ഇവിടെ പായു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മലത്തെ പുറത്തേക്ക് കളയുന്നത് വിസർജന ദ്വാരത്തിലൂടെയാണ് മലം പുറത്തേക്ക് പോകുന്നത്. പക്ഷേ ഈ വിസർജനേന്ദ്രിയം എന്ന് പറയുന്നത് ആ ദ്വാരമല്ല. അതായത് കുടലിലുള്ള മലം പുറത്തേക്ക് പോകാൻ ഉള്ളിൽ ഒരു പ്രഷർ വേണം. അതായത് ക്രമമായി ചുരുങ്ങുകയും വികസിക്കുകയും ചെയ്യും. അപ്പോഴാണ് ഈ മലം പുറത്തേക്ക് വരുന്നത്. നമുക്ക് വിസർജിക്കണം എന്ന് തോന്നുന്നത് ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, ഒരു സെൻസേഷൻ. അതിന് സഹായിക്കുന്ന ഇന്ദ്രിയമാണ് ഈ വായു അഥവാ വിസർജനേന്ദ്രിയം. ഇപ്പോൾ വിസർജനേന്ദ്രിയത്തിൻ്റെ ക്രമമായ വികാസ സങ്കോചങ്ങളിലൂടെയാണ് മലം പുറത്തേക്ക് വിസർജിക്കപ്പെടുന്നത്. അതാണ് പായു. ഉപസ്ഥം എന്ന് പറഞ്ഞാൽ ജനനേന്ദ്രിയം എന്നാണ് അതിൻ്റെ അർത്ഥം. ജനനേന്ദ്രിയം എന്ന് പറഞ്ഞാൽ സ്ത്രീ ശരീരത്തിലും പുരുഷ ശരീരത്തിലും ബാഹ്യമായി കാണുന്ന ആ അവയവം അല്ല, പുറമേ കാണുന്ന ആ അവയവമല്ല. ഈ 5 ഇന്ദ്രിയങ്ങളും സൂക്ഷ്മങ്ങളാണ്. പക്ഷേ ആ ഇന്ദ്രിയങ്ങൾ അതേ പേരുകളോടുകൂടിയ സ്ഥൂല അവയവങ്ങൾ വഴിയാണ് പ്രവർത്തിക്കുന്നത്. കൈ എന്ന് പറഞ്ഞാൽ ഈ കൈയല്ല, ഈ കൈ അല്ല പാണി
എന്ന പേരോടുകൂടിയ ഇന്ദ്രിയം. ഈ കയ്യെ പ്രവർത്തിപ്പിക്കുന്ന ഇന്ദ്രിയമാണ് വാസ്തവത്തിൽ പാണി. ആ ഇന്ദ്രിയം എപ്പോഴും കൈയിലൂടെയേ പ്രവർത്തിക്കും. കൈകൾ ചലിപ്പിക്കുക ഈ പാണി എന്ന ഇന്ദ്രിയത്തിൻ്റെ കർമ്മമാണ്. അത് പ്രവർത്തിക്കുമ്പോൾ കൈ ചലിക്കും. പായു എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വിസർജനേന്ദ്രിയം. ഉപസ്ഥം എന്ന് പറഞ്ഞാൽ ജനനേന്ദ്രിയം. ഒരു കുഞ്ഞിൻ്റെ ജന്മത്തിന് കാരണമാകുന്ന സ്ത്രീ ശരീരത്തിലോ പുരുഷ ശരീരത്തിലോ ഉള്ള ഇന്ദ്രിയമാണ് ഈ ജനനേന്ദ്രിയം എന്ന് പറയുന്നത്. അത് സ്ഥൂല ശരീരത്തിലുള്ള ഫിസിയോളജിക്കലായിട്ടുള്ള അവയവം അല്ല. ഈ സംതിങ് സട്ടിൽ. ആ ഇന്ദ്രിയങ്ങളെല്ലാം സൂക്ഷ്മങ്ങളാണ്. ആ ഇന്ദ്രിയം ബാഹ്യമായ നമ്മൾ ജനനേന്ദ്രിയം എന്ന് പറയുന്ന അതിലൂടെ പ്രവർത്തിക്കുന്നു എന്നേ ഉള്ളൂ. പക്ഷേ ആ പുറമേ കാണുന്ന ആ അവയവമല്ല. അപ്പോൾ ഈ 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളും പിന്നെ ആദ്യം പറഞ്ഞ അന്ധഃകരണം, മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം എന്ന 4 വ്യത്യസ്ത കർമ്മങ്ങളോടുകൂടിയ ആ അന്ധഃകരണവും കളേബരം തൊട്ട്, കളേബരം ശരീരം, സ്ഥൂല ശരീരം, ആ സ്ഥൂല ശരീരം അതും കൂടെ ചേർത്ത് അറിയും, അനുഭവ വിഷയമാകുന്ന ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ് ഇവയുടെ എല്ലാം ഒരു സഹകരണത്തോടു കൂടിയാണ് നമ്മൾ ബാഹ്യ ലോകത്തെ അറിയുകയും ബാഹ്യ ലോകത്ത് കർമ്മം ചെയ്യുകയും ചെയ്യും. അപ്പോൾ നമുക്ക് 5 ജ്ഞാനേന്ദ്രിയങ്ങൾ ആവശ്യമാണ്. അവ ബാഹ്യ വിഷയങ്ങളെക്കുറിച്ചുള്ള അറിവ് മാത്രമേ പകർന്നു തരികയുള്ളൂ. എന്തെങ്കിലും കർമ്മം ചെയ്യാൻ നമ്മെ സഹായിക്കുന്നത് കർമ്മേന്ദ്രിയമാണ്. അപ്പോൾ ഈ 10 ഇന്ദ്രിയങ്ങളും പിന്നെ ഈ 10 ഇന്ദ്രിയങ്ങളും ഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് സ്ഥൂല ശരീരത്തിലാണ്. ആ സ്ഥൂല ശരീരവും അറിയും, എല്ലാം അറിയും എന്ന് പറഞ്ഞാൽ നമ്മുടെ അനുഭവ വിഷയമാകുന്ന നമ്മുടെ അനുഭവ മണ്ഡലത്തിലുള്ള അനേക ജഗത്തും. നമ്മൾ ഭൂമിയെ മാത്രമല്ലേ അറിയുന്നുള്ളൂ. ഭൂമിയെ മാത്രമേ അറിയുന്നുള്ളൂ എങ്കിലും ഇവിടെ എത്ര വസ്തുക്കളാണ്, എത്ര വ്യക്തികളാണ്, എന്തൊക്കെയുണ്ട് നമുക്കറിയാൻ, അനുഭവിക്കാൻ. അപ്പോൾ ഈ ജഗത്ത് അനന്തമാണ്. മറ്റേതെങ്കിലും ലോകങ്ങളുണ്ടെങ്കിൽ ആ ലോകങ്ങളും എല്ലാം, ഭൂമി മാത്രമല്ല, സൗരയൂഥം മാത്രമല്ല, പ്രപഞ്ചത്തിലുള്ള ഏത് ഗോളവും, പ്രപഞ്ചത്തിലുള്ളത് മിക്കവാറും ഗോളാകൃതിയിലാണ്. ചതുരാകൃതിയിലോ സമചതുരാകൃതിയിലോ ത്രികോണാകൃതിയിലോ ഒന്നും ഈ സെലസ്റ്റിയൽ ബോഡീസ്, ആകാശത്തിൽ ചുറ്റിത്തിരിയുന്നവയെല്ലാം ഗോളങ്ങളാണ്. വാൽനക്ഷത്രം, ധൂമകേതു അങ്ങനെയുള്ളത് മാത്രമേ ഈ ഗോളാകൃതിയിൽ അല്ലാതെ സ്ഥിരമായി ഒന്നിനെ ഭ്രമണം ചെയ്യുക അല്ലെങ്കിൽ ഒന്നിനെ പരിക്രമണം ചെയ്യുന്നത് അതെല്ലാം ഗോളാകൃതിയിലായിരിക്കും. അങ്ങനെ ഏത് ജഗത്തും ഈ പ്രപഞ്ചത്തിലുള്ള എന്തും അതെല്ലാം തന്നെ എണ്ണമറ്റ ദൃശ്യങ്ങൾ ഉൾപ്പെട്ട പ്രപഞ്ചം എന്നർത്ഥം. ജഗത്ത് എന്ന് പറഞ്ഞാൽ അനേകം ലോകങ്ങളെ ഉൾക്കൊള്ളുന്ന ഈ പ്രപഞ്ചം, അനന്തമായ പ്രപഞ്ചം എല്ലാം ഓർക്കിൽ. ഇതൊക്കെ ഒന്ന് ആലോചിച്ചാൽ, ഓർത്തു നോക്കിയാൽ, ചിന്തിച്ചു നോക്കിയാൽ എന്ന് പറഞ്ഞാൽ അല്പം തത്വവിചാരം ചെയ്താൽ, ചുമ്മാതെ ചിന്തിച്ചു നോക്കുകയല്ല, വേദാന്ത ശാസ്ത്രം നിരത്തുന്ന യുക്തികളുടെ അടിസ്ഥാനത്തിൽ ഇവയെ അല്പം ഒന്ന് വിശകലനം ചെയ്താൽ, അതാണ് ഓർക്കിൽ. ഇവയൊക്കെ എന്താണ്? ഇതൊക്കെ ആത്മാവാണ് എന്നറിയാൻ പറ്റും. പരവെളി തന്നിൽ ഉയർന്ന ഭാനുമാൻ തൻ തിരുവുരുവാണ് എന്നറിയാൻ പറ്റും. എപ്പോ? ഓർക്കിൽ അല്പം ചിന്തിച്ചാൽ, ചിന്തിച്ചറിഞ്ഞാൽ, വിശകലനം ചെയ്താൽ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് പരവെളി തന്നിൽ, പരവെളി എന്ന് പറഞ്ഞാൽ നിർവികൽപ്പജ്ഞാനം, ആത്മജ്ഞാനം എന്നർത്ഥം. വെളി എന്നുള്ളതിന് ആകാശം എന്നാണ് അർത്ഥം, ശൂന്യാകാശം. പക്ഷേ ഇവിടെ പരമാകാശം എന്നാണ് പറയുന്നത്. പരവെളി എന്ന് പറഞ്ഞാൽ പരമമായ ആകാശം എന്ന് പറഞ്ഞാൽ അത് ഹൃദയത്തിൽ ഒരു ജ്ഞാനി അനുഭവിക്കുന്ന ഒന്നാണ്. അത് തന്നെയാണ് ആത്മാവ്. അത് അനന്തമായ സത്യമാണ്. ആകാശം പോലെ സർവവ്യാപകമാണ് ഈ ആത്മതത്വം. അതിനെയാണ് ഗുരുദേവൻ ഇവിടെ പരവെളി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ആത്മാവ് സകല ജീവികളുടെയും ഹൃദയാന്തർഭാഗത്ത് ഞാനുണ്ട് എന്ന അനുഭവ പ്രകാശമായി അത് പ്രകാശിക്കുന്നത് കൊണ്ട് അത് ആത്മാവ് തന്നെയാണ്. ആ പരവെളിയിൽ, ആ ആത്മസത്തയിൽ ഉയർന്ന
തെളിഞ്ഞനുഭവപ്പെടുന്ന ഭാനുമാൻ. ഹൃദയാകാശത്തിൽ എന്താണ് വാസ്തവത്തിൽ പ്രകാശിക്കുന്നത്? ഹൃദയാകാശത്തിൽ പ്രകാശിക്കുന്നത് ആത്മാവാണ്. അവനവൻ്റെ ഉള്ളിൽ ഹൃദയാകാശം എന്ന് പറഞ്ഞാൽ നമ്മുടെ രക്തം പമ്പ് ചെയ്യുന്ന ആ ഹൃദയം എന്നുള്ള സ്ഥൂലമായ അവയവമല്ല, ഹാർട്ട്, ഫിസിക്കൽ ഹാർട്ടല്ല. അതായത് ഞാനുണ്ട് എന്ന അനുഭവം എവിടെയാണോ പ്രകാശിക്കുന്നത് അതിനെയാണ് പരവെളി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ പരവെളിയിലാണ് ഞാനെന്ന ആത്മപ്രകടനം പൊന്തുന്നത്. ആ ബഹിരാകാശത്തിൽ പ്രകാശിക്കുന്ന സൂര്യതുല്യമായ ഒരു തത്വമാണ് ആത്മാവ്. ഭാനുമാൻ എന്ന് പറഞ്ഞാൽ സൂര്യൻ. ആ പരമാത്മ സൂര്യൻ ഓരോ ജീവിയുടെയും ഹൃദയാന്തർഭാഗത്ത് പ്രകാശിച്ചു വർത്തിക്കുന്നു. തിരുവുരുവാണ്. ആ ആത്മാവിൻ്റെ പ്രകടനങ്ങളാണ് നേരത്തെ പറയപ്പെട്ട എല്ലാം തന്നെ. എന്ന് പറഞ്ഞാൽ കരണം, അന്തഃകരണം, 10 ഇന്ദ്രിയങ്ങൾ, ശരീരം, ബാഹ്യ ജഗത്ത് അല്ലെങ്കിൽ പ്രപഞ്ചം, ഇതെല്ലാം ആ പരമാത്മ സാന്നിധ്യത്തിൽ അനുഭവപ്പെടുന്ന കാഴ്ചകളാണ്. അതെല്ലാം ഈശ്വരൻ്റെ പ്രത്യക്ഷമായ രൂപങ്ങളാണ്, തിരുവുരുവാണ്, ഭഗവാന്റെ ദിവ്യരൂപങ്ങളാണ് ഈ പ്രപഞ്ചത്തിൽ എവിടെയും ഒരു ജ്ഞാനി കാണുന്നത്. നമുക്ക് ജഡപദാർത്ഥങ്ങളായി മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. ജ്ഞാനി സകലത്തിലും ഈശ്വര ചൈതന്യം നിറഞ്ഞു നിൽക്കുന്നതായി അനുഭവിക്കുന്നു. എല്ലാം ഭഗവാന്റെ തിരുവുരുവമാണ് എന്ന് അദ്ദേഹം അറിയുന്നു. ഇതാണ് സത്യം. പക്ഷേ ഇത് എങ്ങനെ നമ്മൾ സാക്ഷാത്കരിക്കും? എല്ലാം ഭഗവാനാണ്. അമ്പലത്തിൽ ഭഗവാനുണ്ട്, പൂജാമുറിയിൽ ഭഗവാനുണ്ട്, വിഗ്രഹങ്ങളിൽ ഭഗവാനുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ ഈ കാണുന്ന സകല ജഗത് ദൃശ്യങ്ങളിലും ഇതെല്ലാം ഭഗവാനാണ്. എല്ലാറ്റിലും ഭഗവാൻ ഊടും പാവും പോലെ വ്യാപിച്ചിരിക്കുന്നു എന്ന് എങ്ങനെ അറിയും? അതിനുള്ള മാർഗം എന്താണ്? അതും ഗുരുദേവൻ പറയുന്നു. തിരഞ്ഞു തേറിടേണം. തിരയുക എന്ന് പറഞ്ഞാൽ അന്വേഷിക്കുക എന്നർത്ഥം. തേറുക എന്ന് പറഞ്ഞാൽ കണ്ടെത്തുക. അന്വേഷിച്ച് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞാൽ ചിന്തിച്ച് ആത്മതത്വം എന്താണ്, അതെങ്ങനെയാണ് സർവവ്യാപകമായിരിക്കുന്നത്, എന്തുകൊണ്ട് എല്ലാം ഈശ്വരൻ്റെ രൂപങ്ങളാണ് എന്ന് ജ്ഞാനികൾ പറയുന്നു. ഏതർത്ഥത്തിൽ? അതൊക്കെ നല്ലപോലെ കേട്ട് ചിന്തിച്ച് ഉള്ളിൽ അന്വേഷിച്ച് എല്ലാം ആത്മമയമാണ്, എല്ലാം ഈശ്വരമയമാണ് എന്ന് കണ്ടെത്തണം. അന്വേഷിക്കുന്നവർക്ക് മാത്രമേ അതിനെ കണ്ടെത്താൻ പറ്റൂ. ആ അന്വേഷണം പുറമേയുള്ള അന്വേഷണമല്ല, അത് ആന്തരികമായ ഒരു അന്വേഷണമാണ്. ഞാൻ എന്ന അനുഭവത്തെയാണ് നമ്മൾ പിന്തുടർന്ന് ചെല്ലേണ്ടത്. ഈ ഞാൻ എന്ന അനുഭവം, ഇതിൻ്റെ ഉറവിടം എന്താണ്? ഇതിൻ്റെ സോഴ്സ് എവിടെ നിന്നാണ് ഈ ഞാനെന്ന അനുഭവം പൊന്തുന്നത്? ഏതിലാണ് ഈ ഞാനെന്ന അനുഭവം നിലനിൽക്കുന്നത്? ഏതിലാണ് ഈ ഞാനെന്ന അനുഭവം മറഞ്ഞു പോകുന്നത്? ഞാൻ മറഞ്ഞു പോകുന്ന അനുഭവം നമുക്കുണ്ട്. അതാണ് ഗാഠനിദ്ര, അതുപോലെ അബോധാവസ്ഥ. ശസ്ത്രക്രിയയ്ക്ക് മുമ്പ് അനസ്തേഷ്യ കൊടുക്കാറില്ലേ? ഒന്നും അറിയത്തില്ല. ശരീരത്തെ കീറി മുറിച്ചാലും ശരീരത്തിലെ ഏതെങ്കിലും അവയവങ്ങളെ കട്ട് ചെയ്ത് മാറ്റിയാലും അറിയില്ല. എന്തുകൊണ്ട്? മനസ്സും ശരീരവുമായിട്ടുള്ള ആ കണ്ണി വിച്ഛേദിക്കപ്പെട്ടു. രണ്ടും ചേർന്നിരുന്നാലേ ശരീരത്തെക്കുറിച്ചുള്ള അറിവോ അനുഭവമോ നമുക്കുണ്ടാവും. ഈ ചില രാസപദാർത്ഥങ്ങളുടെ ഇതോടുകൂടി അവിടെ ശരീരം മരവിപ്പിച്ച് കിടത്തുകയാണ്. അതായത് മനസ്സ് ശരീരത്തെ അറിയാൻ പറ്റാതാക്കിട്ട്, അതാണ് അബോധാവസ്ഥ എന്ന് പറയുന്നത്, അനസ്തേഷ്യ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ശരീരത്തെ എന്ത് ചെയ്താലും നമ്മൾ അറിയില്ല. അപ്പം അങ്ങനെയുള്ള അവസ്ഥകളിലും ഗാഠനിദ്രയിലും നമുക്ക് ദേഹാനുഭവം ഇല്ല. ഉറങ്ങിക്കിടക്കുന്ന ഒരാളുടെ പുറത്തൂടെ പാമ്പഴഞ്ഞു പോയാലും അയാൾ അറിയില്ല. അപ്പം മനസ്സ് ഇന്ദ്രിയങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കണം. എന്നാൽ മാത്രമേ പ്രപഞ്ചാനുഭവവും ശരീരാനുഭവവും ഉണ്ടാകത്തുള്ളൂ. ആ ആത്മതത്വത്തെ ചിന്തിച്ചറിയണം. യുക്തിയുക്തമായി വേദാന്ത ശാസ്ത്രം നിർദ്ദേശിക്കുന്ന പന്ഥാവിലൂടെ സഞ്ചരിച്ച് ഈ ആത്മതത്വത്തെ വേണ്ടവണ്ണം അറിയണം. അതിന് നമ്മെ സഹായിക്കുന്നത് ബുദ്ധിയാണ്. ബുദ്ധി എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കൂളിലും കോളേജിലും ഒക്കെ ഉള്ള
ഓരോ കാര്യങ്ങൾ പഠിക്കുന്നുണ്ടല്ലോ, ആ ബുദ്ധിയല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ബുദ്ധി എന്നതുകൊണ്ട് നിർമ്മല മനസ്സ്, നിർമ്മല ഹൃദയം, കാപട്യം അല്പം പോലും ഇല്ലാത്ത ശുദ്ധ ഹൃദയന്മാർക്ക് മാത്രമേ ആത്മജ്ഞാനം നേടാൻ കഴിയുകയുള്ളൂ. അപ്പോൾ നിർമ്മലമായ ഒരു മനസ്സിൻ്റെ ഉടമയായാൽ നമുക്കും ഈ ആത്മാവിനെ സാക്ഷാത്കരിക്കാം. മനസ്സിലെ അഴുക്കുണ്ടാവും. എന്താണ് മനസ്സിലെ അഴുക്ക് എന്ന് ചോദിച്ചാൽ രജോ ഗുണത്തിൻ്റെയും തമോ ഗുണത്തിൻ്റെയും സ്വാധീനങ്ങൾ. അതാണ് മനസ്സിലെ അഴുക്ക് എന്ന് പറയുന്നത്. ആ രജോ ഗുണവും തമോ ഗുണവും പതുക്കെ പതുക്കെ അല്പാൽപമായി കഴുകിക്കളയപ്പെടും. സത്വഗുണത്തെ വർദ്ധിപ്പിക്കണം. സത്വഗുണം ഉള്ളിൽ നിറയുമ്പോൾ മനസ്സ് ശുദ്ധമായി എന്ന് പറയാം. സാത്വിക മനസ്സിൻ്റെ ഉടമ. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഈ ആത്മതത്വത്തെ വിചാരത്തിലൂടെ, തത്വവിചാരത്തിലൂടെ അറിയാൻ സാധിക്കുകയുള്ളൂ. ഈ ശ്ലോകത്തിൽ കൂടുതലൊന്നും പറയാനില്ല. അവസാനം പറഞ്ഞ തിരഞ്ഞു തേറിടേണം, അതിനെ മാത്രമേ ബാലകൃഷ്ണൻ നായർ സാറ് വ്യാഖ്യാനിക്കുന്നുള്ളൂ. അന്വേഷിച്ച് കണ്ടെത്തണം, ഇതാണ് തിരഞ്ഞു തേറിടേണം എന്നുള്ള വാക്കിൻ്റെ എന്നുള്ള ആ ഒരു ഫ്രേസിൻ്റെ അർത്ഥം. കണ്ടെത്തണം. എങ്ങനെ കണ്ടെത്തണം? അന്വേഷിച്ച് കണ്ടെത്തണം. എവിടെ അന്വേഷിക്കണം, എങ്ങനെ അന്വേഷിക്കണം, എത്ര കാലം അന്വേഷിക്കണം, ഇതൊക്കെ അറിയാതെ നമ്മൾ എങ്ങനെ അന്വേഷിക്കും? ആദ്യമായി വരണം അന്വേഷിച്ച് കണ്ടെത്തണം എന്ന് പറയുമ്പോൾ സാറേ എവിടെയാണ് അന്വേഷിക്കേണ്ടത്? ആത്മാവിനെ അന്വേഷിക്കണം. ഈ സാധനം എന്താണ്? ആത്മാവെന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ ആത്മതത്വത്തെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ഉണ്ടാകും. അതിനെ അറിഞ്ഞില്ലെങ്കിൽ പോലും ശാസ്ത്രങ്ങൾ ആത്മാവ് എന്താണെന്ന് വളരെ വ്യക്തമായി നിർവചിക്കുന്നു. അത് വാക്കുകൾക്കും മനസ്സിനും ബുദ്ധിക്കും എല്ലാം അപ്പുറത്തുള്ള ഒന്നാണെങ്കിൽ പോലും അതിനെ പരമാവധി നിർവചിക്കാനും വർണ്ണിക്കാനും ശാസ്ത്രങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എത്ര കണ്ട് നമുക്കതിനെ മനസ്സിലാക്കാമോ ബുദ്ധിയുടെ തലത്തിൽ, അത്ര കണ്ട് അതിനെക്കുറിച്ച് ഒരു വ്യക്തത നേടണം. അന്വേഷിക്കണം. എവിടെ? പുറത്തല്ല. പുറത്തന്വേഷിച്ചാൽ ജഡനാമരൂപങ്ങളെ മാത്രമേ ഒരാൾക്ക് കണ്ടെത്താൻ പറ്റൂ. പുറത്തുള്ളതെല്ലാം ജഡമാണ്. അല്ല, ജീവനുള്ള ജീവികളുണ്ടല്ലോ, ജീവികൾ ജഡങ്ങളല്ലല്ലോ. കല്ലും മണ്ണും പാറയും പോലെ അല്ലല്ലോ ജീവികൾ. സമ്മതിച്ചു, ജീവികൾ ജഡങ്ങളല്ല. പക്ഷെ നമ്മൾ കാണുന്നത് ജീവികളുടെ ശരീരങ്ങൾ മാത്രമാണ്. ശരീരം ജഡമാണ്. ശരീരം എപ്പോഴും ജഡമാണ്. മരിച്ചാലേ ശരീരം ജഡമാവൂ എന്നില്ല. ജീവനോടുകൂടി ഇരിക്കുമ്പോൾ, ആ ശരീരത്തിൽ പ്രാണൻ സ്പന്ദിച്ചു കൊണ്ടിരിക്കുമ്പോൾ പോലും ആ ശരീരം ജഡമാണ്. എന്തുകൊണ്ട് അതിന് ജഡമെന്ന് പറയുന്നു? ശരീരത്തിന് അതുണ്ടെന്നറിയില്ല. ശരീരം താൻ ശരീരമാണ് എന്ന് അനുഭവിക്കുന്നില്ല. ശരീരത്തെ അറിയുന്നത് ഞാനാണ്. എൻ്റെ ശരീരം, ആ ഞാൻ ജഡമല്ല. അത് ചിത്താണ്, ചൈതന്യമാണ്. ചൈതന്യത്തിൻ്റെ ബഹിസ്ഫുരണമാണത്. ചിത്ത് അംഗീകരിച്ചാലേ ശരീരത്തിൻ്റെ അനുഭവമുള്ളൂ. ഇതെൻ്റെ ശരീരം എന്ന് ഞാൻ അറിയുന്നത് കൊണ്ടാണ് എനിക്ക് ദേഹാനുഭവം ഉണ്ടാകുന്നത്. അപ്പോൾ ശരീരം, പ്രാണൻ, മനസ്സ്, ബുദ്ധി, ഇന്ദ്രിയങ്ങൾ എല്ലാം ജഡങ്ങളാണ്. അല്ല, അവ ചലിക്കുന്നുണ്ടല്ലോ. പ്രാണൻ സദാ സ്പന്ദിച്ചു കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ആയിക്കോട്ടെ, സ്പന്ദിക്കുന്ന ജഡമാണ് പ്രാണൻ. ജഡം സ്പന്ദിക്കുമോ? ജഡം മാത്രമേ സ്പന്ദിക്കൂ. നിങ്ങൾക്കിതൊക്കെ കേൾക്കുമ്പോൾ ആകെപ്പാടെ ഒരു ആശയക്കുഴപ്പം തോന്നുന്നു. സ്പന്ദിക്കുന്നത് മാത്രമേ ജഡമാവൂ. സ്പന്ദിക്കുന്നത് ജീവനല്ലേ, ജീവികളല്ലേ എന്നായിരിക്കും നിങ്ങൾ കരുതുക. ചിത്ത് അനങ്ങുകയില്ല. സ്പന്ദിക്കാത്തത് ചിത്താണ്, സ്പന്ദിക്കുന്നത് ജഡമാണ്. ചലനം ജഡത്തിന് മാത്രം ഉള്ള ഒരു സവിശേഷതയാണ്. ചലിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ചിത്താവാൻ പറ്റില്ല. നിശ്ചലമായിരിക്കുന്നതാണ് ചിത്ത്. പ്രാണൻ ചലിക്കുന്നു, ശരീരം ചലിക്കുന്നു, ഇന്ദ്രിയങ്ങൾ ചലിക്കുന്നു. മനസ്സിൻ്റെ ചലനത്തെക്കുറിച്ച് പറയുകയേ വേണ്ട. അത്യന്തം ചഞ്ചലമാണ് മനസ്സ്. ബുദ്ധിയും ചലിക്കുന്നു. അതുകൊണ്ട് ഇവയെല്ലാം ജഡങ്ങൾ തന്നെ. ഇവയെല്ലാം എന്തുകൊണ്ട് ചലിക്കുന്നു എന്ന് ചോദിച്ചാൽ അവയ്ക്ക് സ്വതവേ ചലിക്കാനുള്ള ശക്തിയില്ല. സ്വതവേ ചലിക്കാത്തതും ചിത്തിൻ്റെ സാന്നിധ്യത്തിൽ ചലിക്കുന്നവയുമാണ് ജഡങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ചിത്തിൻ്റെ സാന്നിധ്യത്തിൽ അവ ചലിക്കും. ചിത്ത് നീങ്ങിയാൽ അവയുടെ ചലനം നിലയ്ക്കും. പ്രാണൻ നോക്കൂ, ഒരാൾ ജീവിച്ചിരിക്കുന്ന കാലത്തോളം അയാളുടെ ശരീരത്തിൽ പ്രാണൻ സ്പന്ദിച്ചുകൊണ്ടിരിക്കും. ഹൃദയസ്പന്ദനം, നാഡീസ്പന്ദനം, ശ്വാസോച്ഛ്വാസം, രക്തസഞ്ചാരം
ഇതെല്ലാം തന്നെ പ്രാണന്റെ സവിശേഷതകളാണ്. ഈ പ്രാണൻ ശരീരത്തിൽ നിന്ന് നീങ്ങിയാൽ ശരീരം കല്ലോ കട്ടയോ മണ്ണോ പോലെ ഒന്നും അറിയത്തില്ല. അതിൻ്റെ പുറത്ത് ചൂടുവെള്ളം ഒഴിച്ചാലും പച്ചവെള്ളം ഒഴിച്ചാലും പൗഡർ പൂശിയാലും ചന്ദനക്കുഴമ്പ് വാരി തേച്ചാലും അതൊന്നും അറിയത്തില്ല. അതിനെ എന്തിനു കൊള്ളാം? കത്തിക്കാൻ കൊള്ളാം, അല്ലെങ്കിൽ കുഴിച്ചിടാൻ കൊള്ളാം. എന്തുകൊണ്ട്? ഉള്ളിലെ പ്രാണന്റെ സ്പന്ദനം നിലച്ചു. ഇപ്പൊ ഈ പ്രാണൻ എന്ത് സംഭവിച്ചു എന്നാണ് എന്തായിരിക്കും നിങ്ങൾ ചോദിക്കുക. ശരീരത്തിനകത്തിൽ, ശരീരത്തിന്റെ ഉള്ളിൽ എത്രയോ കൊല്ലമായി നിരന്തരം സ്പന്ദിച്ചു കൊണ്ടിരുന്ന പ്രാണൻ, നമ്മൾ ഉറങ്ങുമ്പോൾ പോലും പ്രാണൻ സ്പന്ദിച്ചു കൊണ്ടിരിക്കുന്നു. ഉറങ്ങുന്ന ഒരാളുടെ ഹൃദയം മിടിച്ചുകൊണ്ടിരിക്കുകയാണ്, ഹൃദയസ്പന്ദനമുണ്ട്. ആ ഹൃദയസ്പന്ദനം ഉറക്കത്തിൽ ഇല്ലായിരുന്നെങ്കിൽ വീട്ടിലുള്ളവർ ആള് ചത്തുപോയി എന്ന് പറഞ്ഞുകൊണ്ട് കത്തിച്ചു കളയും, ശാന്തി കവാടത്തെ കൊണ്ട് കയറ്റിക്കളയും. അയാൾ ഉറങ്ങുകയാണ് എന്നുള്ളതിൻ്റെ തെളിവ്, അയാളെങ്ങനെ വായും തുറന്ന് ഉറങ്ങുകയാണ്, ഒന്നും അറിയുന്നില്ല. പക്ഷേ അയാളുടെ ശരീരത്തിൽ ജീവൻ്റെ തുടിപ്പുണ്ട്, സ്പന്ദനമുണ്ട്. അതും ഇല്ലായിരുന്നെങ്കിൽ അയാൾ ഉറങ്ങുകയാണോ അല്ലെങ്കിൽ മരിച്ചു കിടക്കുകയാണോ എന്ന് എങ്ങനെ അറിയും? എന്താ വ്യത്യാസം? തിരിച്ചറിയാൻ പറ്റില്ല. അതുകൊണ്ട് പരമകാരുണികനായ ആ ഭഗവാൻ ജീവന്റെ മനസ്സും ബുദ്ധിയും എല്ലാം ലയിച്ചു കിടക്കുമ്പോഴും പ്രാണനെ സ്പന്ദിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നെഞ്ചിലോ അല്ലെങ്കിൽ കയ്യിലോ തൊട്ട് നോക്കിയാൽ ആള് മരിച്ചിട്ടില്ല, ജീവനുണ്ട്, പക്ഷേ ഉറങ്ങുകയാണ്. ആ പ്രാണസ്പന്ദനവും നിലച്ചാൽ അപ്പോൾ ഉറപ്പിക്കാം, ആള് പോയി, അച്ഛൻ പോയി, അമ്മ പോയി. ഇവരൊക്കെ എങ്ങോട്ടാണ് പോയതെന്ന് മാത്രം അറിയില്ല. ബസ് പിടിച്ച് പോയോ, ട്രെയിനിൽ കയറിപ്പോയോ, ഫ്ലൈറ്റിൽ കയറിപ്പോയോ, പോയി പോയി എന്നാണ് എല്ലാവരും പറഞ്ഞുകൊണ്ട് കിടക്കുന്നത്. പോയി. ചിലർ പറയുന്നു പരലോകത്തേക്ക് പോയി എന്ന്. സ്വർഗമോ നരകമോ നമുക്കറിയത്തില്ല, ഈ ലോകത്തില്ല, പോയി. ഇവരൊക്കെ എങ്ങോട്ടാണ് പോകുന്നത്? അവിടെ ഇവരെയൊക്കെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടോ? സ്ഥലം വേണമല്ലോ ഈ മരിച്ചു പോയവരെയൊക്കെ പാർപ്പിക്കാൻ. പോയി പോയി പോയി. പലരും പോയി, പലരും ദിവസേന പോയിക്കൊണ്ടിരിക്കുന്നു. ഞാനും ഒരു ദിവസം പോവും എന്ന് പറഞ്ഞാൽ മരിക്കുമെന്നർത്ഥം. ഇങ്ങനെ വിചാരിച്ച് കഴിയുന്നു മനുഷ്യർ. ഒന്നും ഒരിടത്തേക്കും പോകുന്നില്ല എന്നുള്ളതാണ് സത്യം. പോകുന്നു അല്ല, സൂക്ഷ്മ ശരീരം സ്ഥൂല ശരീരത്തെ ഉപേക്ഷിച്ച് പുറത്തു പോകുന്നു എന്നൊക്കെ ശാസ്ത്രങ്ങളിൽ പറയുന്നുണ്ടല്ലോ. സൂക്ഷ്മ ശരീരമാണ് സ്ഥൂല ശരീരത്തെ ഉപേക്ഷിച്ച് പുറത്ത് കിടക്കുന്നത്. അതിനെ നമുക്ക് കാണാൻ പറ്റില്ല. അതുകൊണ്ട് പോകുന്നു എന്ന് പറഞ്ഞൂടെ? സൂക്ഷ്മ ശരീരം പോകുന്നു എന്നല്ലല്ലോ നമ്മൾ പറയുന്നത്. ആള് പോയി എന്നല്ലേ പറയുന്നത്. ആള് പോയി, തട്ടിപ്പോയി. രണ്ടും പറയാറുണ്ട് നമ്മൾ. ആള് പോയി, തട്ടിപ്പോയി. പിന്നെ ധാരാളം വാക്കുകളുണ്ട്. അന്തരിച്ചു, സ്വർഗസ്ഥനായി, വൈകുണ്ഠപദത്തെ പ്രാപിച്ചു. അതൊക്കെ നമ്മൾ പ്രയോഗിക്കുന്ന വാക്കുകളാണ്. അദ്ദേഹം എവിടെ പോയെന്ന് നമുക്ക് വാസ്തവത്തിൽ അറിയില്ല. ഈശ്വരന്റെ പാദകമലങ്ങളിൽ ലയിച്ചു. ഹി ഡിസോൾവ്ഡ് ഇൻ എറ്റേണിറ്റി. ഇങ്ങനെ മനോഹരമായ, കേൾക്കാൻ രസമുള്ള അല്ലെങ്കിൽ സുഖകരമായ പല വാക്കുകളും നമ്മൾ പറയുന്നു. ഈ മരിച്ചവരാരും എവിടെ പോയി എന്നുള്ളത് ജീവിച്ചിരിക്കുന്നവർ അറിയുന്നില്ല, അറിയാനൊക്കില്ല. അവർ ഏതോ ലോകത്തേക്ക് പോയി എന്നൊക്കെ നമ്മളിങ്ങനെ വിചാരിച്ച് കഴിയുന്നു. പിതൃക്കൾ, ഇവർ മരിച്ചുപോയി. നമ്മുടെ കുടുംബത്തിൽ പണ്ടുണ്ടായിരുന്ന കാരണവന്മാരോ അല്ലെങ്കിൽ മറ്റ് അതുപോലെയുള്ള ആൾക്കാരുടെ ഒപ്പം ഇവർ ചേരുന്നു. ഇതൊക്കെ നമ്മുടെ സങ്കല്പം മാത്രമാണ്. പരലോകത്ത് പോയിട്ട് ഞാൻ നമ്മുടെ കുടുംബത്തിലുള്ള പൂർവികന്മാരെയൊക്കെ കണ്ടിട്ട് വന്നു എന്ന് നമ്മോട് ആരെങ്കിലും ഇന്നേ വരെ വന്ന് പറഞ്ഞിട്ടുണ്ടോ? വന്ന് പറഞ്ഞ അങ്ങനെ ഒരാൾ, മരിച്ചുപോയ ഒരാൾ എത്തി എന്ന് തന്നെ വിചാരിക്കുക. അയാളെ കണ്ടാൽ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ആദ്യത്തെ വികാരം ഭയമായിരിക്കും. മരിച്ചവൻ ദാ വീണ്ടും വന്നിരിക്കുന്നു, അയ്യോ ഭൂതം പ്രേതം, ഭയപ്പെടുകയാണ് ചെയ്യുന്നത്. കാരണം ശരീരത്തെ കത്തിച്ച് കളഞ്ഞാൽ പിന്നെ ഒരു പ്രത്യേകം അസ്തിത്വം ഇല്ല എന്ന് വിശ്വസിക്കുന്നവരാണ്. ശരീരത്തെ തന്നെ ആത്മാവായി കരുതുന്നവർ. അങ്ങനെയുള്ളവർ, പരേതാത്മാവ് നമ്മളോട് വന്ന് എന്തെങ്കിലും പറഞ്ഞാലും അവരെ കാണാൻ പറ്റില്ല. കാണാൻ പറ്റാതെ അവരുടെ ശബ്ദം മാത്രം കേട്ട് കഴിഞ്ഞാൽ അപ്പോഴും ഭയമാണ്. ഇപ്പോൾ ഇവിടെ ഞാനുണ്ട്, എൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിൽ നിന്നാണ് ശബ്ദം വരുന്നത്. ഇപ്പം ഞാൻ സംസാരം നിർത്തി, വേറെ എന്തൊക്കെയോ ശബ്ദം ഈ അന്തരീക്ഷത്തിൽ മുഴങ്ങുന്നു. എവിടെ നിന്നാണ് ശബ്ദം വരുന്നതെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. നിങ്ങൾ എന്തായിരിക്കും? അയ്യോ എന്തോ പ്രേതമോ ബാധയോ എന്തോ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടെ ഇറങ്ങി പുറത്തേക്ക് പോകും. ഇതാണ് മനുഷ്യരുടെ ഇമ്മീഡിയറ്റ് റിയാക്ഷൻ. ശബ്ദമെന്ന് പറഞ്ഞാൽ അത് ഏതെങ്കിലും ശരീരത്തിൻ്റെ ഉള്ളിൽ നിന്ന് വരണം, അല്ലെങ്കിൽ പ്രകൃതിയിൽ തന്നെ മുഴങ്ങി കേൾക്കുന്ന ഒന്നാണ്. ഇപ്പോൾ ഇടിനാദം, ഭൂമി കുലുക്കം, നദികൾ ഒഴുകുന്നതിൻ്റെ ശബ്ദം, പ്രകൃതി ശക്തികളുടെ ശബ്ദം നമുക്ക് കേൾക്കാം, വ്യക്തികളുടെ ശബ്ദം കേൾക്കാം.
ശരീരമൊന്നുമില്ല, പ്രകൃതിയും അനങ്ങുന്നില്ല, ശബ്ദം മാത്രം കേട്ടാൽ അതിനെയാണ് നമ്മൾ അശരീരി എന്ന് പറയുന്നത്. ശരീരമില്ലാതെ ശബ്ദം മാത്രം കേൾക്കുന്നു, അതാണ് അശരീരി കേട്ടു. അപ്പോൾ മരിച്ചവർ എങ്ങോട്ട് പോകുന്നു, അവരുടെ അവസ്ഥ എന്താണ്, ഇതൊന്നും നമുക്കറിയാൻ പറ്റുന്നില്ല. കാരണം നമ്മൾ ശരീരത്തെ മാത്രമേ കാണുന്നുള്ളൂ. നമ്മുടെ വ്യവഹാരമെല്ലാം നമ്മുടെ അച്ഛനായാലും അമ്മയായാലും ഭർത്താവോ ഭാര്യയോ കുട്ടികളോ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ആരോ ആയിക്കോട്ടെ, നമ്മൾ ആ ഫിസിക്കൽ ഫ്രെയിമിനെ മാത്രമേ കാണുന്നുള്ളൂ. ആ ശരീരത്തെയാണ് നമ്മുടെ അച്ഛനോ അമ്മയോ ഭാര്യയോ ഭർത്താവോ കുട്ടികളോ ഒക്കെയായി നമ്മൾ കരുതുന്നത്. അതിൻ്റെ ഉള്ളിലുള്ള ചൈതന്യത്തെ നമുക്കറിയില്ല. അതാണ് വാസ്തവത്തിൽ അച്ഛനും അമ്മയും ഭാര്യയും ഭർത്താവും കുട്ടികളും സുഹൃത്തുക്കളും ഒക്കെയായി പ്രകടമായിരിക്കുന്നത് എന്നുള്ള സത്യം നാം തിരിച്ചറിയുന്നില്ല. അപ്പം ഈ ആത്മാവിനെ അന്വേഷിക്കണം. എവിടെ? അവനവൻ്റെ ഉള്ളിലെവിടെ? ശരീരത്തെ കീറി മുറിച്ച് നോക്കിയാൽ ഒന്നും കാണത്തില്ല. ഒന്നും കാണത്തില്ല എന്നല്ല, ആന്തരിക അവയവങ്ങൾ കാണും. ഹൃദയം, കരൾ, വൃക്ക, ശ്വാസകോശങ്ങൾ, സ്പ്ലീൻ എന്ന് പറഞ്ഞാൽ പ്ലീഹ, അങ്ങനെയുള്ള ഗ്രന്ഥികൾ, ആന്തരിക അവയവങ്ങൾ നമ്മൾ പറയുന്നുണ്ടല്ലോ. പക്ഷേ ചൈതന്യത്തെ, ശരീരത്തെ കീറി മുറിച്ചത് കൊണ്ട് കാണാൻ പറ്റും. കാരണം അത് ശുദ്ധമായ അനുഭവമാണ്. അനുഭവത്തെ കാണാൻ പറ്റില്ല, പക്ഷെ അനുഭവിക്കാം. നിങ്ങൾ അനുഭവിക്കുന്ന സുഖദുഃഖങ്ങൾ, സന്തോഷ സന്താപങ്ങൾ, വേദന, വിശപ്പ്, ദാഹം, കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം, ഈർഷ്യ, അസൂയ, ദംഭം, ദർപ്പം, ഇങ്ങനെയുള്ള വികാരങ്ങൾ, മനസ്സിലുദിക്കുന്ന വികാരങ്ങൾ, വിചാരങ്ങൾ, ഇതൊക്കെ നമ്മൾ കണ്ടിട്ടല്ല അവ ഉണ്ടെന്ന് പറയുന്നത്. അനുഭവം. എനിക്ക് ജീവനുണ്ട് എന്ന് ഞാൻ പറയുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ജീവനെ? നിങ്ങളുടെ ജീവനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പ്രാണനെ കാണാൻ പറ്റുമോ? അപ്പോൾ ഇത്, എന്നാൽ പ്രാണനുണ്ട്, നമ്മൾ അനുഭവിക്കുന്നു, ശരീരത്തിൽ പ്രാണസ്പന്ദനം ഉണ്ട്. ഈ ജഡങ്ങളുടെ നടുക്ക് നിന്ന്, ജഡങ്ങളിൽ വ്യാപിച്ചു നിൽക്കുന്ന എന്നാൽ ജഡമല്ലാത്ത ചൈതന്യത്തെ എങ്ങനെ കണ്ടെത്തും? ഈ ജഡങ്ങളിൽ ഉടനീളം ചൈതന്യം വ്യാപിച്ചു നിൽക്കുന്നു, അതിൽ ഒരു സംശയവുമില്ല. അല്ലെങ്കിൽ ഈ ജഡങ്ങൾ പ്രവർത്തിക്കുകയില്ല. ഓരോ അവയവങ്ങളും അതാതിൻ്റെ കർമ്മം ചെയ്തുകൊണ്ട് എങ്ങനെയാണ് കഴിയുന്നത് എന്ന് ചോദിച്ചാൽ നമ്മൾ അതിന് ഉത്തരവാദിയല്ല. എൻ്റെ ഹൃദയം പിടിക്കുന്നതിന് ഞാൻ ഉത്തരവാദിയല്ല. ഞാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? എൻ്റെ ഹൃദയം സ്പന്ദിക്കാൻ ശ്വാസോച്ഛ്വാസം ചെയ്യുന്നു. അതിൽ നമ്മുടെ പങ്കെന്താണ്? ഭക്ഷണം കഴിക്കുന്നത് മാത്രം നമ്മുടെ നിയന്ത്രണത്തിൽ. അത് ദഹിക്കുന്നത് നമ്മുടെ നിയന്ത്രണത്തിലാണോ? മലമൂത്രങ്ങളായി അത് വേർതിരിയുന്നത് നമ്മുടെ നിയന്ത്രണത്തിലാണോ? രക്തക്കുഴലുകളിലൂടെ സഞ്ചരിക്കുന്നത് നമ്മുടെ നിയന്ത്രണത്തിലാണോ? ഇങ്ങനെ നമ്മുടെ നിയന്ത്രണത്തിലില്ലാത്ത പലതും നമ്മുടെ ശരീരത്തിൽ, അത് നമ്മുടെ ശരീരമാണോ അല്ലയോ എന്നുള്ളത് ഇനിയും തീരുമാനിക്കപ്പെട്ടിട്ടില്ല. നമ്മൾ കരുതുന്നതാണ് ഇതെൻ്റെ ശരീരമെന്ന്. അങ്ങനെ നാം നമ്മുടേതെന്ന് കരുതുന്ന ഈ ശരീരത്തിലുള്ള പല പ്രവർത്തനങ്ങളും നമ്മുടെ ഇടപെടലില്ലാതെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു. ആരാണ് ഇതിനൊക്കെ ഉത്തരവാദി? ആ ശരീരചലനങ്ങൾക്ക് ഉത്തരവാദിയായിരിക്കുന്ന അദൃശ്യമായ ഒരു തത്വമുണ്ട്. അതിനെയാണ് ആത്മാവ്, ചൈതന്യം, ബ്രഹ്മം എന്നൊക്കെ പറയുന്നത്.